ഗുഡ് മോർണിംഗ്. ഞാൻ ആഷിഖ് കമാൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എല്ലാവരുടെ മുമ്പിലും ഒരു തുറന്ന പുസ്തകമാകരുത്. ഞാനൊരു തുറന്ന പുസ്തകം പോലത്തെ ഒരാളാണ്. കുറേയൊക്കെ കുറേയൊക്കെ എന്നല്ല, മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടും കുറേ മുമ്പൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ അത് എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊരു തുറന്ന പുസ്തകമാകുമ്പോൾ നമ്മളെ നിഷ്കളങ്കതയോട് കൂടെ ആയിരിക്കും നമ്മളെ കാര്യങ്ങളെല്ലാം അങ്ങനെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. പക്ഷെ അതിൽ കിട്ടുന്ന റിസൾട്ടുകൾ വളരെ വേറെ രൂപത്തിലേക്കും വളരെ പരിഹാസ രൂപങ്ങളിലേക്കൊക്കെ പോകും. പിന്നെ എനിക്ക് പറയാനുള്ള വെച്ചാൽ, നമ്മളിപ്പോൾ ഓപ്പൺ ആയിട്ട് ഇപ്പോൾ ഒരാളോട് ഒരു കാര്യങ്ങൾ പറയുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഉള്ളിൽ പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ നല്ലൊരു ഫ്രണ്ട്, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം അറിയുന്ന ഒരു ഫ്രണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ എന്താക്കും, നമ്മളെ രഹസ്യങ്ങളും കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ഷെയർ ചെയ്തു പോകും. പക്ഷേ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഇതേപോലെ എൻ്റെ ഒരു നല്ലൊരു ഫ്രണ്ടാണ് അവൻ എന്നത് എൻ്റെ ഒരു വിശ്വാസം മാത്രമാണ്. മനസ്സിലായ? ചിലപ്പോൾ നമ്മൾ പ്രവൃത്തിയിൽ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അതുപോലെ അവനക്കും ഉണ്ടാകും ഒരു നല്ലൊരു ഫ്രണ്ട്, എല്ലാം തുറന്ന് പറയുന്ന ഒരു ഫ്രണ്ട്. അപ്പോൾ എൻ്റെ മാറ്റർ അത് വേറൊരിടത്തിലേക്ക് സ്പ്രെഡ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ ചില ഫ്രണ്ട്സുകൾ വന്ന് പറയാണ്ട്, നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തി ഞാനല്ലേടാ, എന്തുകൊണ്ടാണ് നീ അങ്ങനെ ഇതാക്കണത്? എല്ലാം അറിയുന്ന വ്യക്തിയൊന്നല്ല. നമ്മുടെ ഉള്ളിൽ കുറെ കാര്യങ്ങളൊക്കെ അവിടെ കെടുക്കേണ്ട കാര്യങ്ങൾ അവിടെ കെടുത്തിട്ട് തന്നെ പോവേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, മുമ്പ് ഞാനൊരു തുറന്ന പുസ്തകമായിരുന്നാൽ പോലും ഇപ്പോൾ ഞാൻ കുറെയൊക്കെ ആലോചിച്ച് തന്നെ കാര്യങ്ങൾ പറയാറുള്ളൂ. അത് എന്നെ ഒരുപാട് പാഠം പഠിപ്പിച്ചിട്ടുണ്ട്. കുറെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്, കുറെ വേദനകൾ തന്നിട്ടുണ്ട്, കുറച്ച് സന്തോഷങ്ങൾ തന്നിട്ടുണ്ട്. പുച്ഛഭാവത്തോടുകൂടെ പരിഹാസ ഭാവത്തോടും കൂടെ കുറെ ആൾക്കാർ എന്നെ പരിഹസിച്ച് വിമർശിച്ച് പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളുടെ മുമ്പിൽ നമ്മൾ തുറന്ന പുസ്തകമാകാതെ, പുസ്തകത്തിൽ കുറെ ഭാഗങ്ങൾ നമ്മൾക്ക് മാത്രം എഴുതപ്പെട്ട കുറെ കാര്യങ്ങൾ ആ പുസ്തകത്തിൽ ഉണ്ടായിരിക്കണം. അത് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി തുറന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കുക. തുറന്ന പുസ്തകമാകാതെ ചില കാര്യങ്ങൾ മാത്രം തുറന്നു പറഞ്ഞുകൊണ്ട് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് പോകുക. അത് നിങ്ങൾക്ക് ഏറ്റവും വലിയ ഗുണം ചെയ്യും. താങ്ക് യു വെരി മച്ച്.